ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രധാന സൂചികയായിട്ടുള്ള നിഫ്റ്റി 50 കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നമുക്ക് കാണാൻ പറ്റും. അതായത് 2024 മാർച്ച് മാസം അത് 22,326 ഉണ്ടായിരുന്നത്. അപ്പോൾ നീണ്ട ഒരു വർഷം കഴിഞ്ഞ് ഇപ്പോൾ 2025 മാർച്ച് മാസം നമ്മൾ കാണുന്നത് 22,124 എന്നുള്ള ലെവലിലാണ്. അതായത് ഒരു വർഷം നൽകിയ റിട്ടേൺ നെഗറ്റീവാണ്. അതായത് ഏകദേശം ഒരു വർഷം മുമ്പ് നിഫ്റ്റി 50 എന്ന ഏറ്റവും സേഫ് ആയിട്ടുള്ള ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം 1% നഷ്ടത്തിലാണ് അവരിപ്പോൾ കാണാൻ കഴിയുക. ഇപ്പോൾ നിഫ്റ്റി 50 എന്നുള്ള ഈ ഒരു സേഫസ്റ്റ് ഇൻഡെക്സ് ഇത്രമാത്രം നെഗറ്റീവാണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ്, നിഫ്റ്റി സ്മോൾ ക്യാപ്പ്, മൈക്രോ ക്യാപ്പ് അതിൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതെന്തായാലും ഇതിനേക്കാൾ പരിതാപകരമായിരിക്കും. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ മാർക്കറ്റിൽ ഈ ഒരു ഡൗൺ ട്രെൻഡ് ആരംഭിച്ചത് 2024 ഒക്ടോബർ മാസം മുതലാണ്. അന്ന് 24,205 ലെവലിലായിരുന്നു നിഫ്റ്റി ഉണ്ടായിരുന്നത്. പിന്നീട് അത് 24,131 കുറഞ്ഞു. പിന്നീട് അത് 23,644 കുറഞ്ഞു. ജനുവരിയിൽ അത് 23,508. ഇപ്പോൾ ഫെബ്രുവരി അവസാനം നമുക്ക് 22,124 എന്ന ലെവലിലേക്ക് കഴിഞ്ഞ 5 മാസങ്ങളിൽ തുടർച്ചയായിട്ട് അത് നെഗറ്റീവ് ക്ലോസിംഗ് ആണ് തന്നുകൊണ്ടേയിരുന്നത്. അപ്പോൾ ഇത് ചരിത്രത്തിൽ തന്നെ അപൂർവ സംഭവമാണെന്ന് നമ്മൾ ചില ഡാറ്റകൾ വെച്ച് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോകാനുള്ള കാരണം തീർച്ചയായിട്ടും ഒക്ടോബർ മാസം മുതലാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സെല്ലിംഗ് ആരംഭിച്ചത്. അപ്പോൾ അത് തന്നെയാണ് മാർക്കറ്റിനെ ഈ തരത്തിൽ ഡൗണിലേക്ക് കൊണ്ടുപോകാനുള്ള കാരണം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇവിടെ ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ടായിരിക്കും ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇങ്ങനെ സെല്ല് ചെയ്യുന്നത്? അപ്പോൾ ഇങ്ങനെ സെല്ല് ചെയ്തിട്ട് അവർ കളക്ട് ചെയ്യുന്ന ഫണ്ടൊക്കെ അവരെവിടെ കൊണ്ടുപോയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് എന്തുകൊണ്ടാണ് ഡൗൺ ട്രെൻഡിലേക്ക് പോയത് എന്ന് നമുക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് നിഫ്റ്റി 50യുടെ ആ ഒരു ചാർട്ട്, കഴിഞ്ഞ ഒരു വർഷത്തെ ചാർട്ട് നമ്മൾ ചൈനയുടെ ഹാങ്സങ് ഇൻഡെക്സുമായിട്ടും അതുപോലെ അമേരിക്കയുടെ S&P 500 ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ ഒരു വർഷം നിഫ്റ്റി നെഗറ്റീവ് റിട്ടേൺ നൽകിയപ്പോൾ ഹാങ്സങ് ഇൻഡെക്സ് നൽകിയ റിട്ടേൺ 38%. അതുപോലെ അമേരിക്കയുടെ S&P 500 ഇൻഡെക്സ് നൽകിയത് 16%. അപ്പോൾ ഇവിടെ ഏറ്റവും അധികം റിട്ടേൺ നൽകിയിട്ടത് ഹാങ്സങ് ഇൻഡെക്സ് ആണ് എന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ അമേരിക്കയേക്കാൾ കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്തിട്ടുള്ളത് ചൈനയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണത്തിന് നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ 5 വർഷത്തെ ചാർട്ടുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. നിഫ്റ്റി 50യുടെ 5 വർഷത്തെ റിട്ടേൺ ഏകദേശം 100% ആണ്. അതുപോലെ അമേരിക്കയുടെ റിട്ടേണും ഏകദേശം 100% ആണ്. S&P 500 101% റിട്ടേൺ ആണ്. ഇന്ത്യയും അമേരിക്കയും ഒരേപോലെ പെർഫോം ചെയ്ത ഒരു 5 വർഷമായിരുന്നു കഴിഞ്ഞു പോയത്. പക്ഷെ അവിടെ നമുക്ക് കാണാൻ കഴിയും, ചൈനീസ് ഇൻഡെക്സ് 5 വർഷം നൽകിയ റിട്ടേൺ വെറും 12% മാത്രമാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് വളരെയധികം അണ്ടർ പെർഫോം ചെയ്ത ഒരു മാർക്കറ്റായിരുന്നു ചൈന. അവിടെയാണ് കഴിഞ്ഞ ഒരു വർഷം വമ്പിച്ച ഒരു തിരിച്ചുവരവ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിന് അവരെ സഹായിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ചൈനീസ് മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്ത, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള വമ്പിച്ച ഒരു ഫോറിൻ ഇൻഫ്ലോ ആണ്. അപ്പോൾ സെൽ ഇന്ത്യ ബൈ ചൈന എന്നൊരു മുദ്രാവാക്യം തന്നെ നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയെ സെൽ ചെയ്യാനും ചൈനയെ ബൈ ചെയ്യാനും അവരെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കും? തീർച്ചയായിട്ടും അവിടെ 2 കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഒന്ന്, ചൈനീസ് മാർക്കറ്റും അമേരിക്കൻ മാർക്കറ്റും അല്ലെങ്കിൽ ഇതേപോലെ നന്നായിട്ട് മുന്നോട്ട് പോയ മാർക്കറ്റുകളൊക്കെ ആകർഷകമായിട്ടുണ്ടാവും. അതേപോലെ തന്നെ സെയിം ടൈം ഇന്ത്യൻ മാർക്കറ്റ് അനാകർഷകമായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് രണ്ടും സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ഫോറിൻ ഫണ്ട് അവർ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ല റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എവിടെയാണോ നല്ല റിട്ടേൺ കിട്ടുന്നത് അത് എത്രമാത്രം സേഫ് ആയിട്ടുള്ള അത്തരം റിട്ടേണിൻ്റെ പിന്നാലെയായിരിക്കും അവർ പോവുക. അപ്പോൾ അത് സ്വാഭാവികമായിട്ടൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ നമുക്കറിയാം Q2-ൻ്റെയും Q3-യുടെയും ഏർണിങ്സ് വളരെ മോശമായിരുന്നു. കൂടാതെ നമ്മൾ Q2-ൽ വന്ന GDP ഡാറ്റ അത് 6% താഴെയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് GDP ഡാറ്റ, പുതിയ ഡാറ്റ പുറത്തു വന്നിട്ടുള്ളത്. അവിടെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ നമ്മുടെ GDP ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിലും ഇയർ ഓൺ ഇയറിൽ ഡൗൺ ആയതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ആ ഡാറ്റ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, 2023 നവംബർ മാസം 6.8 എന്നുള്ള GDP ഗ്രോത്ത് റേറ്റ് ആയിരുന്നു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ യഥാർത്ഥത്തിൽ വന്നത് 7.6 എന്നുള്ള GDP ഡാറ്റയാണ്. അതുപോലെ 2024 Q3-ൽ അവിടെ 8.4 എന്നുള്ള എക്സ്പെക്ടേഷന് മറികടന്നിട്ടുള്ള വമ്പിച്ച ഒരു നല്ലൊരു GDP ഗ്രോത്ത് റേറ്റ് ആണ് കാണിച്ചത്. അതുപോലെ Q4-ൽ
2024 6.7 എന്നുള്ള എക്സ്പെക്റ്റേഷനെ മറികടന്നുകൊണ്ട് 7.8 എന്നുള്ള വമ്പിച്ച ഒരു ഗ്രോത്ത് റേറ്റാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതിനുശേഷം നോക്കുക, 2025 Q1, Q2, Q3 ഈ 3 ക്വാർട്ടറുകളുടെയും ഡാറ്റകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ GDP എക്സ്പെക്റ്റേഷനും താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയും. 6.7, 5.4, ഒടുവിൽ 6.2. ഇപ്പോൾ ഒടുവിൽ വന്ന ഡാറ്റ നമ്മൾ യഥാർത്ഥത്തിൽ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത് 6.3 ആണ്, പക്ഷെ ഇവിടെ വന്നിട്ടുള്ളത് 6.2 ആണ്, കുറവാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഇതേ കാലയളവിൽ സാമ്പത്തിക വർഷം Q3 9.5 എന്നുള്ള സാമ്പത്തിക വളർച്ച നിരക്ക് വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഇയർ ഓൺ ഇയർ ഡൗൺ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവർ പണം പിൻവലിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെ തന്നെയാണ്. അവരുടെ ആ ഒരു ടൈമിംഗ് നമ്മൾ നോക്കുക. ഉദാഹരണം നമ്മൾ നോക്കുക, ചൈനീസ് മാർക്കറ്റിൽ ചൈനീസ് ഗവൺമെൻറ് അവരുടെ സ്റ്റിമുലസ് പാക്കേജ് പ്രഖ്യാപിക്കുന്നത് ഒക്ടോബർ മാസമാണ്. സ്റ്റിമുലസ് പാക്കേജിൻ്റെ ഭാഗമായിട്ടാണ് ചൈനീസ് മാർക്കറ്റിൽ റാലി ആരംഭിച്ചത്. അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് സെല്ലിങ്ങും ആരംഭിച്ചത്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ്, ഇന്ത്യയിൽ നിന്ന് അവർ ഒക്ടോബർ മാസം മുതൽ സെൽ ചെയ്തത് ഈ പറയുന്ന ചൈനീസ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്താണ് ചൈനീസ് മാർക്കറ്റിനെ അവരെ ആകർഷിച്ചത് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, ചൈനയിലെ ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അവരുടെ ഒരു അപ്രോച്ച്, പുതുതായിട്ട് അവരുടെ ചില പോളിസികൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കുന്ന തരത്തിലായിരുന്നു. അപ്പോൾ അവിടെ ടാക്സ് റിലീഫുകൾ, സ്റ്റിമുലസ് പാക്കേജുകൾ, റിയൽ എസ്റ്റേറ്റ് ബൈ ചെയ്യാനുള്ള വലിയ തോതിലുള്ള ഇൻസെൻറ്റീവുകൾ, ഇങ്ങനെയുള്ള വമ്പിച്ച പാക്കേജുകളാണ് പ്രഖ്യാപിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു മുന്നേറ്റം ആ മാർക്കറ്റിൽ ഉണ്ടായത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചൈനീസ് മാർക്കറ്റിൽ അവരെ ആകർഷിച്ചത് അതിൻ്റെ വാല്യുവേഷനാണ്. നമ്മൾ വേൾഡ് വൈഡ് മാർക്കറ്റുകളുടെ ഒരു വാല്യുവേഷൻ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 25 ആണ്, ഇന്ത്യ 22 ആണ്, ഓസ്ട്രേലിയ 20 ആണ്. ഇങ്ങനെ നമ്മൾ പരിശോധിച്ച് വരുമ്പോൾ കാണാൻ കഴിയും ചൈനയുടെ PE റേഷ്യോ 10.16 ആണ്. അപ്പോൾ ആ ഒരു PE റേഷ്യോ, ചൈനയുടെ ആ ഒരു മാർക്കറ്റ് വാല്യുവേഷൻ വളരെയധികം ആകർഷകമായി ഇൻവെസ്റ്റേഴ്സിന് തോന്നുകയും, കൂടാതെ ചൈനീസ് ഗവൺമെൻറ് അവരുടെ മാർക്കറ്റിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാക്കേജുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തത് തീർച്ചയായിട്ടും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൽ വലിയ തോതിലുള്ള ഒരു ബുള്ളിഷ്നെസ് ആ മാർക്കറ്റ് ടുവേർഡ്സ് ഉണ്ടായി. അതിൻ്റെ മാറ്റം അവർ അങ്ങോട്ടേക്ക് പോയി. ഇത് കൂടാതെ എല്ലാവരും ചൈനയിലേക്കല്ല പോയത്, കാരണം ചൈന സേഫ് ഹെവൺ അല്ല എന്ന് ചിന്തിക്കുന്ന എത്രയോ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അത്തരത്തിലുള്ള ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അമേരിക്കയിലേക്ക് തന്നെയാണ് അവരുടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തത്. കാരണം ട്രംപിൻ്റെ വരവോടുകൂടി അമേരിക്കൻ എക്കണോമി സ്ട്രെങ്തൻ ചെയ്യാനുള്ള, പ്രത്യേകിച്ച് റെസിപ്രോക്കൽ താരിഫ് പോലെയുള്ള വെപ്പൺസ് ഉപയോഗിച്ചുകൊണ്ട് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ട്രേഡ് വാറിൻ്റെ ഭാഗമായിട്ട് അവിടെ ബോണ്ട് ഈൽഡൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്, അമേരിക്കൻ ഡോളർ ശക്തിപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അമേരിക്കൻ എക്കണോമിയും ആകർഷകമായി. അപ്പോൾ കുറേ പേര് അങ്ങോട്ടേക്കും പോയി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലൊരു ഡൗൺ ട്രെൻഡ് ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യം വരാൻ പോകുന്നത്, ഈ പോയിട്ടുള്ള ഫോറിൻ ഇൻവെസ്റ്റേഴ്സൊക്കെ എപ്പോൾ തിരിച്ചു വരും എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഈ ഒരു ഡൗൺ ട്രെൻഡ് ടെമ്പററി ആണോ, അല്ലെങ്കിൽ എത്ര കാലം ഇത് നിൽക്കും എന്ന് സ്വാഭാവികമായിട്ട് സംശയങ്ങളുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉണ്ടായ കാരണങ്ങൾ എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കണം. അങ്ങനെയാകുമ്പോൾ ഇന്ത്യയിലേക്ക് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് തിരിച്ചു വരും. അപ്പോൾ എന്താണ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ? ഒന്നാമത് ചൈനീസ് മാർക്കറ്റും അമേരിക്കൻ മാർക്കറ്റും അനാകർഷകമാകണം, ഇന്ത്യൻ മാർക്കറ്റ് ആകർഷകമാകണം. അങ്ങനെ ആകണമെങ്കിൽ നിലവിലുള്ള അമേരിക്കൻ മാർക്കറ്റിൽ ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ടാവണം. അതുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ട് എന്ന് തന്നെയാണ് പൊതുവെ പ്രവചിക്കപ്പെടുന്നത്. കാരണം അമേരിക്കയുടെ മാർക്കറ്റിൻ്റെ ഒരു PE റേഷ്യോ എന്ന് പറയുന്നത് കഴിഞ്ഞ 20 വർഷത്തേത് 16.21 എന്നുള്ള ഒരു മീഡിയൻ PEയിലായിരുന്നു അത് മുന്നേറിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ PE വലിയ തോതിൽ ഷൂട്ടപ്പ് ചെയ്തിട്ട് 25.99 എന്നുള്ള ഒരു റേഞ്ചിലാണ് കാണാൻ കഴിയുക. ഇത് വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ ആയിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വാല്യുവേഷനെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള ഏർണിങ്സ് അവരുടെ കമ്പനികളിൽ നിന്ന് വരാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ മാർക്കറ്റ് അനാകർഷകമാകും. കൂടാതെ ഇപ്പോഴത്തെ ട്രംപിൻ്റെ ഈ ഒരു ട്രേഡ് വാർ പോളിസികൾ, അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാൻ പോകുന്ന ഇൻഫ്ലേഷൻ, സ്വാഭാവികമായിട്ടും ഇനി ഭാവിയിൽ അമേരിക്കയിൽ ഒരു റേറ്റ് കട്ട് ഇല്ലാതെ അവസ്ഥ ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ ബോണ്ട് മാർക്കറ്റും മറ്റൊക്കെയായിരിക്കും കൂടുതൽ ആകർഷകമാകുക. അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് വോളിയം കുറയും, ലിക്വിഡിറ്റി കുറയുകയും മാർക്കറ്റ് അനാകർഷകമാവുകയും ചെയ്യും. അപ്പോൾ അത്തരം ഒരു ഘട്ടത്തിൽ അവിടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ബോണ്ട് ഈൽഡിനേക്കാൾ ബെറ്റർ റിട്ടേൺ കിട്ടുന്ന രാജ്യങ്ങൾ അവർ അന്വേഷിച്ച് തുടങ്ങും. അതാണ് ഒരു സാധ്യത. ഇതേ കാര്യങ്ങൾ ചൈനയിലും സംഭവിക്കും. കാരണം ഇപ്പോൾ ചൈനയിൽ ഉണ്ടായിരിക്കുന്ന സ്റ്റിമുലസ് പാക്കേജുകളും അതേപോലെ അവിടെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്
വ്യാപകമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇതിപ്പോൾ ട്രേഡ് വാറിൻ്റെ ഭാഗമായിട്ട് ഇക്കണോമിയിൽ ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടികൾ, ഇതൊക്കെ ആ മാർക്കറ്റിൽ ഉണ്ടാക്കാൻ പോകുന്ന ചില നെഗറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ കമ്പനികളുടെ Q3 ഏർണിങ്സ് കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും മാർക്കറ്റ് അനാകർഷകമാകും. അത്തരം ഒരു സാഹചര്യത്തിലായിരിക്കും FIIs മറ്റൊരു ഓപ്ഷൻ ആലോചിക്കുക. ആ സമയത്ത് ഇന്ത്യൻ സാഹചര്യം വളരെ ആകർഷകമായിരിക്കണം. നിലവിൽ തന്നെ നമുക്ക് നമ്മുടെ നിഫ്റ്റിയുടെ PE 20 അടുത്ത് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ആകർഷകമായൊരു വാല്യുവേഷനാണ്. വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു എമേർജിംഗ് മാർക്കറ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ PE റേഷ്യോ 20 താഴെ വരിക എന്ന് പറയുന്നത് ഒരു ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള ഒരു ലെവലിലാണ് അത് സൂചിപ്പിക്കുന്നത്. കാരണം നമ്മുടെ മീഡിയൻ PE എപ്പോഴും 20 മുകളിലായിരുന്നു. എന്നാൽ നമ്മുടെ GDP ഗ്രോത്ത് അതിന് ആനുപാതികമായിട്ട് വർദ്ധിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇന്ത്യയുടെ മാർക്കറ്റ് കൂടുതൽ ആകർഷകമാവുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഗവൺമെൻറ് മുന്നിട്ടിറങ്ങിക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. അതിലൊന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലെ കാപ്പക്സ് നന്നായിട്ട് ഇറക്കേണ്ടി വരും. അതുപോലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം നല്ല തോതിൽ ഒരുക്കേണ്ടി വരും. അതുപോലെ മാനുഫാക്ചറിങ് ഗ്രോത്ത്, മെയ്ക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നുള്ള സ്ലോഗൻസൊക്കെ അതിൻ്റെ യഥാർത്ഥ ഫലം കണ്ടു തുടങ്ങണം. കൂടാതെ പുതിയ പുതിയ ടെക്നോളജി അഡോപ്ഷൻ പ്രത്യേകിച്ച് AI പോലെയുള്ള മേഖലകളിൽ ചെയ്യേണ്ടി വരും. റിന്യൂവബിൾ സെഗ്മെൻറ്റ് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യേണ്ടി വരും. അതുപോലെ സ്കിൽ ഡെവലപ്മെൻറ്റിൽ വലിയ തോതിലുള്ള കോൺസെൻട്രേഷൻ നടത്തേണ്ടി വരും. അഗ്രികൾച്ചർ മേഖലയിൽ വലിയ റിഫോംസ് വേണം. കാരണം നമ്മുടെ മേജറായിട്ടുള്ള ഒരു എക്സ്പോർട്ട് രംഗം എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ്. അതുകൂടാതെ ടാക്സ് സ്ട്രക്ചറിൽ തന്നെ അടിമുടി മാറ്റം വരുത്തേണ്ടി വരും. അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് ആകർഷകമാക്കാനുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് പോലെയുള്ള കാര്യങ്ങൾ പലതും അതിലൊക്കെ വലിയ റിഫോംസ് ആവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള പാക്കേജുകളും ഇൻസെൻറ്റീവുകളും പുതിയ പുതിയ പോളിസികളും കൊണ്ടുവന്നാൽ മാത്രമേ മാർക്കറ്റ് കൂടുതൽ ആകർഷകമാവുകയുള്ളൂ. അപ്പോൾ നിഫ്റ്റിയുടെ ഒരു കറണ്ട് ലെവൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 21,800 എന്ന ലെവൽ വരെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടാണ്. അതുപോലെ 22,800 പഴയ ആ ഒരു സപ്പോർട്ട് ലെവൽ ഇപ്പോൾ റെസിസ്റ്റൻസ് ലെവലായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ വരാൻ പോകുന്ന ഈ ഒരു മാർച്ചിൽ ഈ ഒരു ലെവലുകൾക്കിടയിൽ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ അത് നമുക്ക് വലിയ പരിക്കേൽക്കാതെ രക്ഷപ്പെടാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം മാർച്ച് മാസം പൊതുവേ നമ്മൾ നിഫ്റ്റിയിൽ കാണുന്നത് നല്ലൊരു മാസമായിട്ടാണ് കാണാറുള്ളത്. ഇപ്പോൾ 2014 മുതൽ കഴിഞ്ഞ 10 വർഷത്തെ ഒരു ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ 3 പ്രാവശ്യം മാത്രമാണ് നിഫ്റ്റി നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. അത് 2020 ആ ഒരു കൊറോണ പീരീഡിലാണ് കാര്യമായിട്ട് നെഗറ്റീവായിട്ട് ഒരു പ്രാവശ്യം നമ്മൾ കാണുന്നത്. പിന്നൊന്ന് 2018 ആ ഒരു റിസഷൻ്റെ കാലഘട്ടത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ 2015 മാത്രമാണ് ഒരു നെഗറ്റീവ് ക്ലോസിങ് നമ്മൾ കാണുന്നത്. ഒരു പാസ്റ്റ് ഹിസ്റ്ററി ഒരിക്കലും ഫ്യൂച്ചറിൽ ഒരു ഗ്യാരണ്ടി അല്ല, എങ്കിലും ആ ഒരു ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ മാർച്ചിൽ ഒരു റിക്കവറി ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യണമെന്നാണ് പലരും സ്വാഭാവികമായിട്ടും ചോദിക്കുക. നമുക്കറിയാം ഇത്തരം വളറ്റിലിറ്റി മാർക്കറ്റിൽ എപ്പോഴും സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇതിനെ നേരിടാനാണ് നമ്മൾ SIP എന്നുള്ള ആയുധം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് അതൊരു അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു നിക്ഷേപ രീതിയാണ്. ഇതൊരു പ്രധാനപ്പെട്ട ആയുധമാണ് വളറ്റിലിറ്റിയെ നേരിടാൻ. ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് ഹൈ ആകുമ്പോൾ അല്ല SIP ചെയ്യേണ്ടത്, മാർക്കറ്റ് ലോ ആകുമ്പോഴാണ്. പക്ഷെ നമ്മൾ സാധാരണ മാർക്കറ്റ് ഹൈ ആകുമ്പോൾ SIP നിർത്തുന്നതിനെക്കുറിച്ച് ആരും ആലോചിക്കാറില്ല. മാർക്കറ്റ് ലോ ആകുമ്പോഴാണ് പലരും SIP നിർത്താൻ വേണ്ടി ഉപദേശിക്കുന്നത്. തീർച്ചയായും അത് തെറ്റാണ്. കാരണം നമുക്ക് കൂടുതൽ യൂണിറ്റ് കിട്ടുക എപ്പോഴും മാർക്കറ്റ് ലോ ആകുമ്പോഴാണ്. നമ്മളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ ഒരു 10 years ടൈം ഫ്രെയിമിലൊക്കെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസൺ എങ്കിൽ തീർച്ചയായിട്ടും SIP കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നമ്മുടെ മാർക്കറ്റിലെ ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ ഇപ്പോഴും 15 മുതൽ 16% കറക്ഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇനിയും ഒരു 4%-ൻ്റെയൊക്കെ കറക്ഷൻ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഉണ്ടാവണോ നിർബന്ധമില്ല. നമുക്ക് ആർക്കും മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. 21,800 എന്ന ലെവൽ വരെ നിഫ്റ്റി പോകുമെന്ന് പൊതുവെ പ്രവചിക്കുന്നുണ്ട്. മാർക്കറ്റ് സ്റ്റേബിൾ ആവുക എന്നുള്ളതാണ് പ്രധാനം. സ്റ്റേബിൾ ആകുന്നത് വരെ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ നമുക്ക് നീട്ടിവെക്കാവുന്നതാണ്. എന്നാൽ SIP പോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് രീതി എപ്പോഴും പരീക്ഷിക്കാവുന്നതാണ്. ഇത്രമാത്രമേ പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.